ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, നടനും സംവിധായകനുമായ പൃഥ്വിരാജൻ ആദായ നികുതി വകുപ്പിന് നോട്ടീസ് എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ തേടി സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തൽ. ഈ മാസം 29-നകം പൃഥ്വിരാജ് വിശദീകരണം നൽകണം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഇത് പ്രതിപക്ഷം പറയും അപ്രതീക്ഷിതമല്ല, എംപുരാൻ ഇമ്പാക്റ്റ് ആണെന്ന് പറയും. അശ്വിൻ, എന്താണ് ഈ നോട്ടീസിന്റെ വിവരങ്ങൾ? എന്താണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന വിവരം? എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജിന് ഇത്തരത്തിലൊരു നോട്ടീസ് വന്നത് സ്വാഭാവികമായും വീണ്ടും ഒരു വിവാദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 2022 നമ്മൾ വാർത്തയിലെല്ലാം നിറഞ്ഞതുപോലെ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലും അദ്ദേഹത്തിന്റെ ഓഫീസിലുമൊക്കെ ആദായ നികുതി വകുപ്പിന്റെ ഒരു റെയ്ഡ് നടന്നിരുന്നു. അതേ ദിവസം തന്നെ ആന്റണി പെരുമ്പാവൂർ ലിസ്റ്റിംഗ് ചീഫ് അടക്കമുള്ള ആളുകളുടെ ഓഫീസുകളിലുമൊക്കെ ഈ റെയ്ഡ് ഒരേ സമയം നടന്നതാണ്. അന്ന് നടന്ന റെയ്ഡിന്റെ ബാക്കി പത്രം എന്നോണമാണ്, അതിന്റെ തുടർ നടപടികൾ എന്നോണമാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഒരു നോട്ടീസ് ആദായ നികുതി വകുപ്പ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അതല്ലാതെ എൻപുരാൻ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന നോട്ടീസിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അന്ന് പരിശോധന നടന്നത് കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം സ്വാഭാവികമായി ആദായ നികുതി റിട്ടേൺ എന്ന നിലയിൽ പൃഥ്വിരാജ് അടയ്ക്കുന്ന പണവുമൊക്കെ ബന്ധപ്പെട്ട് സ്വാഭാവികം നടക്കുന്ന ഒരു പരിശോധനയായിരുന്നു. അതിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് ഗോൾഡ് അടക്കമുള്ള സിനിമകളിൽ അദ്ദേഹം പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിലും വ്യക്തമാക്കിയതാണ്. എന്നിട്ടും 40 കോടിയോളം രൂപ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തി എന്നുള്ളൊരു കണ്ടെത്തൽ ആദായ നികുതി വകുപ്പ് അന്ന് നടത്തിയതാണ്. തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് ആദായ നികുതി വകുപ്പ് അന്ന് കടന്നത്. എന്തായാലും ഏപ്രിൽ 29-നകം ആ പണം സംബന്ധിച്ച വിവരങ്ങളിലടക്കം പൃഥ്വിരാജ് ഒരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് അവസാനമായി നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. ഇത് സമീപ ദിവസങ്ങളിൽ നൽകിയതല്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏകദേശം കഴിഞ്ഞ മാസം പകുതിയോടുകൂടിയാണ് പൃഥ്വിരാജിന് ഈ നോട്ടീസ് നൽകിയത്. എന്നാൽ അത് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ് എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പൃഥ്വിരാജ് ഇതിന് സ്വാഭാവികമായും മറുപടി നൽകേണ്ടി വരും. അത്രത്തോളം ഒരു നിയമ പ്രസക്തിയുള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ 29-നുള്ളിൽ പൃഥ്വിരാജിന് മറുപടി നൽകാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ സ്വാഭാവികമായും അദ്ദേഹം നൽകാൻ നിർബന്ധിതമാകും. എന്തായാലും ആ വിവരങ്ങളാണ് നിലവിൽ ആദായ നികുതി വകുപ്പ് തേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഹാഷ്മി, പൃഥ്വിരാജിനാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. എമ്പുരാന്റെ നിർമ്മാതാവിന്റെ ഓഫീസുകളിൽ പരിശോധന, ഇ ഡി പരിശോധനയുടെ വാർത്തകൾ ഇന്നലെ വന്നതാണ്. അത് പിന്നാലെ പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 2022 മുതൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെ ചുറ്റിപ്പറ്റി IT വിഭാഗത്തിന് അന്വേഷണം ആണെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ കൈപ്പറ്റിയതായ കണ്ടെത്തൽ, അല്ലാതെ എമ്പുരാനുമായി ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല എന്നാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി ഇ ഡിയും IT യും ഒക്കെ പറയുന്നത്. പക്ഷേ എമ്പുരാൻ ഇറങ്ങി അതിൻ്റെ ഒന്നര ആഴ്ച ആകുമ്പോഴേക്കും വലിയ കോളക്കം ഉണ്ടാക്കിയൊരു സിനിമയാണ്, വലിയ പൊളിറ്റിക്കൽ ഷോക്ക് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്, വലിയ പൊളിറ്റിക്കൽ ടർബുലൻസ് ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ എഡിറ്റഡ് വെർഷൻ, അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. ഏറ്റവും ഒടുവിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ എന്ന് ബ്രിട്ടാസ് പറയുന്നത് കേട്ട് എമ്പുരാനൊക്കെ വന്നത് കണ്ടു. അപ്പോൾ അതുമായി ബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോഴും പ്രതിപക്ഷം പറയുന്നുണ്ട് എമ്പുരാൻ ഇമ്പാക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്.